ഉള്ളവരെ നമ്മൾ കാർവൻ അലൻ എമേഴ്സ് എന്ന ആളുടെ യേശുവിൻ്റെ കണ്ണുകളിലൂടെ എന്ന പുസ്തകത്തിൻ്റെ വായനയിലായിരുന്നു. ആ വായനയുടെ ഒന്നാം ഭാഗം അവസാനിച്ചു. ഇന്ന് നമ്മൾ പുതിയ ഭാഗം ആരംഭിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥകർത്താവിൻ്റെ ആമുഖം എന്ന ഒരു സംഭവം ഞാൻ വായിക്കുകയാണ്. നമുക്ക് വളരെ ശ്രദ്ധയോടെ കൂടി അത് ശ്രവിക്കാം. ഇത് നമുക്ക് ഈ പുസ്തകത്തെക്കുറിച്ചും അന്നത്തെ ജീവിത രീതികളെക്കുറിച്ചും ഒക്കെയുള്ള ഒരു ബോധ്യം നമുക്ക് തരും. നമുക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതെന്നും ചെറിയതായിട്ട് അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാം. കർത്താവായ യേശു ക്രിസ്തു 1994 ഫെബ്രുവരി മുതൽ പല പ്രാവശ്യം എന്നോട് സംസാരിക്കുകയും പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു. ആദ്യമൊക്കെ ഞാനൊന്നും എഴുതി വയ്ക്കാറില്ലായിരുന്നു. എന്നാൽ കർത്താവ് തന്നെ എന്നോടൊരു പേനയെടുത്ത് ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തുവാൻ ആവശ്യപ്പെട്ടു. പിന്നീട് ഫെബ്രുവരി 6, 1996 മുതൽ ഈശോയുടെ ജീവിതത്തിലെ ചില സംഭവങ്ങൾ എന്നെ കാണിച്ചു തരുവാൻ തുടങ്ങി. വിശുദ്ധ നാട്ടിലെ പട്ടണങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായി ചുറ്റി സഞ്ചരിച്ചപ്പോൾ നടന്ന ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ യേശുവിൻ്റെ നയനങ്ങളിലൂടെ ഞാൻ കാണുവാൻ തുടങ്ങി. തൻ്റെ ചിന്തകളെ ഗ്രഹിക്കുവാനുള്ള കൃപയും അവിടുന്ന് എനിക്ക് തന്നു. ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ കൺമുൻപിൽ ദർശിച്ചപ്പോൾ പല പ്രാവശ്യം ഞാൻ വികാരാധിക്യത്താൽ കരയുകയും സന്തോഷിക്കുകയും ചെയ്തു. ഓരോ വെളിപാടിൽ നിന്നും ഓരോ പാഠം പഠിക്കുവാനും ധ്യാനിക്കുവാനും ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, നാം എപ്രകാരം ജീവിക്കണമെന്നും സ്നേഹിക്കണമെന്നും ഈ സംഭവങ്ങളിലൂടെയെല്ലാം യേശുനാഥൻ നമ്മെ പഠിപ്പിക്കുകയുമായിരുന്നു. യൂദാസിലാകട്ടെ നമ്മിൽ പലരിലുമുള്ള എല്ലാ ബലഹീനതകളും ഞാൻ കണ്ടു. നമ്മോട് കൂടെ എപ്പോഴും ഉള്ളവനും നമ്മെ എപ്പോഴും സഹായിക്കുവാൻ സന്നദ്ധനുമായ ദൈവത്തെ നാം നിസ്സാരനായി കണക്കാക്കി അവഗണിക്കുകയും മറക്കുകയും ചെയ്യുമ്പോൾ എത്ര എളുപ്പത്തിലാണ് നാം അവിടുന്ന് നിന്നും അകന്നു പോകുന്നതെന്നും ഞാൻ മനസ്സിലാക്കി. നമ്മോടുള്ള സ്നേഹത്തെ പ്രതി നമ്മുടെ ഏതു തെറ്റും കർത്താവ് ക്ഷമിക്കുവാൻ തയ്യാറാണെന്നതാണ് ഞാൻ യൂദാസിലൂടെ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം. അതിന് നാം യേശുവിൻ്റെ സ്നേഹം സ്വീകരിച്ച് ക്ഷമ ചോദിക്കേണ്ട ആ താമസം മാത്രമേ ഉള്ളൂ. ഇന്ന് നമുക്ക് ഉണ്ടാകുന്നത് പോലെ തന്നെയുള്ള പ്രലോഭനങ്ങളും വികാരങ്ങളും പ്രശ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ തന്നെയായിരുന്നു ആ കാലഘട്ടത്തിലെ ആളുകൾക്കും ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ തമ്പുരാൻ ഈ ഉൾക്കാഴ്ച തന്നത് സത്യത്തെയും പാപത്തെയും കീഴടക്കുവാൻ സാധിക്കും എന്ന് കാണിച്ചു തരാനായിരിക്കും. നാം നമ്മുടെ ആവശ്യങ്ങളിൽ ദൈവത്തെ വിളിക്കുകയേ വേണ്ടൂ. സഹായം ഒരിക്കലും നിരസിക്കപ്പെടുകയില്ല. ചോദിക്കുവാൻ തരപ്പെടും. ഈ പുസ്തക ഭാഗങ്ങളിലൂടെ അവിടുന്ന് നമ്മെ വഴികാട്ടുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെ 2ാം വാല്യം നമ്മൾ വായന തുടങ്ങുകയാണ്. ശ്രദ്ധയോടുകൂടി ഇത് കേൾക്കാം. ഒരിക്കൽ കൂടി സന്ധ്യയായി. ഒരിടത്തിൽ വിശ്രമിക്കുവാനായി ഞങ്ങൾ തീ കൂട്ടി. രാത്രിയിൽ കിടക്കുവാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്ന ശിഷ്യന്മാരെ ഒരു പാറപ്പുറത്തിരുന്ന് ഞാൻ വീക്ഷിക്കുകയായിരുന്നു. യൂദാസ് അവന് വിശ്രമിക്കുവാൻ ഏറ്റവും നല്ല സ്ഥലം തന്നെ കണ്ടെത്തി. കാട്ടിൽ നിന്ന് സംരക്ഷണമേകാൻ പോകുന്നതും ചാരിയിരിക്കുവാൻ സൗകര്യമുള്ളതുമായ ഒരു വലിയ മരത്തിൻ്റെ അരികിലാണ് അവൻ ഇരിപ്പുറപ്പിച്ചത്. യാക്കോബും യോഹന്നാനും അവർക്ക് ഉറങ്ങുവാനുള്ള ഇടം ആവുന്നത്ര സുഖപ്രദമാക്കുന്നതിന് പരസ്പരം സഹായിച്ചുകൊണ്ടിരുന്നു. പത്രോസ് ആകട്ടെ തൻ്റെ സാധനങ്ങളെല്ലാം നിലത്ത് കൂട്ടി വെച്ചിട്ട് കമ്പിളിപ്പുതപ്പിൻ്റെ മേൽ കയറിയിരിക്കുകയായിരുന്നു. തീയിൽ കണ്ണു നട്ടിരുന്ന അവന് സുഖസൗകര്യങ്ങളെക്കുറിച്ചൊന്നും വലിയ ശ്രദ്ധയുണ്ടായിരുന്നില്ല. മത്തായിയും ബർത്തലോമിയോയും തോമസും ശിമിയോനും അന്ത്രയോസും യൂദാസും സ്കറിയാത്തയല്ല. തുടർന്ന് കനലിനരികെ ഇരിക്കേണ്ടതിന് ആവശ്യമായി വിറക് അന്വേഷിച്ച് നടക്കുകയായിരുന്നു. എൻ്റെ മറ്റ് ശിഷ്യന്മാർ ഭക്ഷണം ഉണ്ടാക്കുവാൻ ആരംഭിച്ചിരുന്നു. ആരും സംസാരിക്കാതെ ഇരുന്നതിനാൽ അവിടെ എരുതിയിൽ നിന്ന് വരുന്ന ചെറിയ പൊട്ടലുകളും അവർ ജോലി ചെയ്യുമ്പോഴുണ്ടാകുന്ന നാദവുമല്ലാതെ മറ്റൊന്നും കേൾക്കുവാനില്ല. ഞാൻ കണ്ണുകൾ അടച്ചു. എൻ്റെ സ്നേഹത്തിൽ ഒന്നായി ഒരു കുടുംബമായി തീർന്ന ഈ മനുഷ്യരെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു ഞാൻ. കോടാനുകോടി ജനങ്ങൾ ഭാവിയിൽ ഇതുപോലെ ദൈവത്തിൻ്റെ കുടുംബമായി തീരുന്നത് ഞാൻ ദർശിച്ചു. എല്ലാ മനുഷ്യരിലുമുള്ള വ്യത്യസ്തതകൾ എൻ്റെ ഓരോ ശിഷ്യന്മാരിലും ഞാൻ ദർശിക്കുകയുണ്ടായി. എന്നാൽ വിശ്വാസവും സ്നേഹമുള്ളവരായി അവർ ഒരുമിക്കുകയും ദൈവത്തിൽ സഹോദരന്മാരായി തീരുകയും ചെയ്യുന്നു. എല്ലാ മനുഷ്യർക്കും അവരവരുടെ ബലഹീനതകൾ ഉണ്ടെന്നും ഞാൻ അറിഞ്ഞു. വിശ്വാസമുണ്ടെങ്കിൽ എൻ്റെ സ്നേഹത്താൽ സകല ബലഹീനതകളും മറികടക്കാനാവുമെന്ന് എൻ്റെ ശിഷ്യന്മാരെ നോക്കുമ്പോൾ ഏവർക്കും മനസ്സിലാക്കാവുന്നതാണ്. യൂദാസിലൂടെ ഞാൻ മറ്റൊന്നുകൂടി ദർശിച്ചു. എന്തെന്നാൽ ചിലർക്ക് അവരുടെ അഹം, സ്വാർത്ഥത, സമ്പത്തിനോടുള്ള വ്യഗ്രത എന്നിവയെ പരാജയപ്പെടുത്തുവാൻ ഏറെ ബുദ്ധിമുട്ടാണ്. തിന്മയുടെ മേലുള്ള വിജയം സംഭവിക്കാനിരിക്കയാൽ ഇഹത്തിലെ എല്ലാ യൂദാസുമാരും അവരുടെ ഹൃദയം തുറന്ന് ദൈവത്തിൻ്റെ കാരുണ്യവും പാപമോചനവും യാചിക്കാൻ ഇടയാകണമെന്ന് ഞാൻ പിതാവിനോട് പ്രാർത്ഥിച്ചു. കർത്താവേ, എന്നെ ചിന്തയിൽ നിന്നുണർത്തിയത് യൂദാസാണ്. ഭക്ഷണം തയ്യാറായി കഴിഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. യൂദാസിൻ്റെ ഉള്ളിലെ ആഴപ്പെട്ട ദൈവസ്നേഹം ദർശിക്കവേ ഞാൻ അവനെ ഒരു മന്ദഹാസത്തോടെ നോക്കി. എന്നാൽ മിക്ക സമയങ്ങളിലും അവനിലെ ഈ സ്നേഹം മറച്ചു വെക്കുകയാണ്. ശരി സ്നേഹിത, നീ പറഞ്ഞതുപോലെയാകട്ടെ. എൻ്റെ മറുപടിയിൽ സംപ്രീതനായ യൂദാസ് സസന്തോഷം എന്നെ നോക്കി പുഞ്ചിരിച്ചു. ഞങ്ങൾ ഒരുമിച്ച് പിതാവിനോട് പ്രാർത്ഥിച്ച ശേഷം ഭക്ഷണം കഴിക്കുവാൻ ആരംഭിച്ചു. ഒന്നും ഉരിയാടാതെയും വളരെ കുറച്ച് മാത്രം ഭക്ഷിച്ചും എല്ലാവരിൽ നിന്നും അകന്ന് ഏകനായിരിക്കുകയായിരുന്നു പത്രോസ്. അപ്പോൾ മറ്റുള്ളവർ തങ്ങളുടെ രാജ്യത്തിന്മേലുള്ള റോമൻ അധിനിവേശത്തെക്കുറിച്ച് അഗാധമായ ചർച്ചയിൽ ഏർപ്പെട്ടിരുന്നു.
കാരണം അറിയാമായിരുന്നിട്ടും ഞാൻ പത്രോസിൻ്റെ അരികിൽ ചെന്നിരുന്നിട്ട് അവനോട് ഇങ്ങനെ ചോദിച്ചു, എന്ത് പറ്റി സ്നേഹിത, എന്താണ് നിന്നെ അലട്ടുന്നത്? കർത്താവെ, അങ്ങയോടൊപ്പമുള്ള ഈ ദിവസങ്ങൾ അവസാനിക്കുകയല്ലോ എന്ന ചിന്തയിലായിരുന്നു ഞാൻ. അങ്ങനെ സംഭവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് എപ്പോഴും അങ്ങയുടെ കൂടെ ആയിരിക്കണം. എന്നാൽ ആയിരിക്കുകയില്ലെന്നും ഒരു നാൾ അങ്ങ് ഞങ്ങളെ വിട്ടു പോകുമെന്നും എനിക്കറിയാം. അങ്ങേ കൂടാതെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? അങ്ങ് കൂടെയില്ലെന്ന് അറിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഞങ്ങൾ ദിവസങ്ങളെ നേരിടുന്നത്? അവൻ മറുപടി പറഞ്ഞു, പത്രോസേ, ഞാൻ സദാ നിന്നോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് നീ അറിയുന്നില്ലേ? നിനക്കെന്നെ കാണുവാനാകാതെ വരുമ്പോഴും ഞാൻ നിന്റെ ചാരയുണ്ടെന്ന് സത്യം നീ അറിയണം. ഏകനായി വിടുകയില്ല നിന്നെ ഞാൻ ഒരു നാളും. എന്തെന്നാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പ്രിയ സ്നേഹിത, നീ ഇവണ്ണം വ്യാകുലനാകരുത്. ഞാൻ എപ്പോഴും നിന്റെ അരികത്തുണ്ടാകുമെന്ന് നിശ്ചയമായും നിന്നോട് ഞാൻ പറയുന്നു. എൻ്റെ സ്നേഹം നിന്നെ പിരിയുകയില്ല. ഒരിക്കലും ഞാൻ നിന്നെ കൈവിടുകയുമില്ല. ഭവനത്തിലേക്ക് എൻ്റെ താതൻ്റെ പക്കലേക്ക് പോകുവാൻ എനിക്ക് നേരമാകുമ്പോൾ എൻ്റെ ആത്മാവിനാൽ പൂരിതനായി നീ ഞാൻ തന്നെ എന്നറിയും. ഈ അറിവ് നിന്നെ ആനന്ദിപ്പിക്കുകയും എൻ്റെ സ്നേഹത്താൽ നീ പൂരിതനാവുകയും ചെയ്യും. ഇவ்விധം പറഞ്ഞ് ഞാൻ അവനെ പുണർന്നു. പത്രോസേ, എന്നിൽ ബോധ്യവും വിശ്വാസവും ഉള്ളവരാകുകയും നമ്മൾ ഒരിക്കലും പിരിയുകയില്ലെന്നറിയുകയും ചെയ്യുവിൻ. ബലഹീനമായി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ എന്നെ നോക്കി. എനിക്കറിയാം കർത്താവേ, പക്ഷേ ചിലപ്പോഴൊക്കെ ഞാനൊന്നും അറിയാത്തവനെ പോലെയാണ്. അവൻ പറഞ്ഞു, നീ ബോധ്യത്തിലേക്ക് വന്ന് സംശയങ്ങളിൽ നിന്ന് വിടുതൽ നേടുന്ന സമയം അടുത്തിരിക്കുന്നു. അതുവരെയും ഒരുമിച്ചായിരിക്കുന്ന ഈ വേള നമുക്ക് ആസ്വദിക്കാം. അവനെ മെല്ലെ ഒന്ന് ഉലച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ യൂദാസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കയറി വന്നു. ഉന്മേഷവനാകൂ പത്രോസ്, നീ വല്ലാതെ ദുഃഖിച്ചിരിക്കുന്നു. നമുക്ക് ഭക്ഷണമുണ്ട്, ചൂട് പകരാൻ തീയുണ്ട്, സുഖശയനത്തിന് കിടക്കയുമുണ്ട്, കൂട്ടിന് ചങ്ങാതിമാരുണ്ട്. ഇതിൽ കൂടുതലായി നിനക്ക് എന്താണ് വേണ്ടത്? ദുഃഖിതനായി തന്നെ യൂദാസിനെ നോക്കിക്കൊണ്ട് പത്രോസ് പറഞ്ഞു, ഞാൻ വിസ്മയിക്കുകയാണ്. ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ സ്നേഹിതരെ, ഞാൻ നിങ്ങളോടൊരു കഥ പറയാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ വാക്കുകൾക്കായി കാത്തുകൊണ്ട് അവർ നിശബ്ദരായി എന്നെ നോക്കിയിരുന്നു. ഒരിക്കൽ ഒരു മനുഷ്യൻ ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്നു ചെന്നു. ദേവാലയത്തിനകത്ത് ഇരിക്കുമ്പോൾ തനിക്ക് ഇവിടെ ആയിരിക്കുവാൻ യാതൊരു യോഗ്യതയുമില്ലെന്ന് തോന്നി. തൻ്റെ ജീവിതത്തിൽ വന്നുപോയ നിരവധിയായ പാവങ്ങളെക്കുറിച്ച് അയാൾ ചിന്തിക്കുകയും എത്രയോ വട്ടം താൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ദൈവാലയത്തിൻ്റെ ഏറ്റവും പിന്നിലിരിക്കുമ്പോൾ അയാൾ വിസ്മയിച്ചു. ദൈവത്തിന് തന്നോട് പൊറുക്കുവാനാകുമോ? ഒരുപക്ഷെ ദൈവത്തിൻ്റെ ഒരു യഥാർത്ഥ പുത്രനായി മാറുവാൻ ദൈവം തന്നെ സഹായിച്ചേക്കുമോ എന്നും അയാൾ ചിന്തിച്ചു. അയാൾ തൻ്റെ ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വിചാരിച്ചു, ഇല്ല, ദൈവത്തിന് എന്നെ സ്നേഹിക്കാനാവുകയില്ല. അത്രയ്ക്ക് ചീത്തയാണ് ഞാൻ. ഞാനും ദൈവാലയത്തിൻ്റെ മുൻഭാഗത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ പോലെ ആയിരുന്നെങ്കിൽ ദൈവം തീർച്ചയായിട്ടും എന്നെക്കാൾ അധികമായി അവരെ സ്നേഹിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചും വിശുദ്ധ ലിഖിതങ്ങൾ പരസ്പരം ചർച്ച ചെയ്തും ദേവാലയത്തിൻ്റെ മുമ്പിലായി കുറേ ആളുകൾ ഇരുന്നിരുന്നു. അവർ യഥാർത്ഥ വിശുദ്ധരെ പോലെ കാണപ്പെട്ടു. ആ മനുഷ്യൻ എഴുന്നേറ്റ് ദേവാലയത്തിൻ്റെ പുറത്തു പോയി അവിടെ ഭക്ഷണം കഴിക്കാതെ ശോഷിച്ചു പോയ ഒരു ഭിക്ഷക്കാരനെ കണ്ടു. അയാളെ നോക്കി നിൽക്കുമ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെ ചിന്തിച്ചു, പാവം മനുഷ്യൻ, അയാൾ കഷ്ടപ്പെടുകയാണ്. അതിനാൽ ഞാൻ അവനെ സഹായിക്കും. തൻ്റെ പണസഞ്ചിയിലെ അവസാനത്തെ നാണയം എടുത്ത് അയാൾ ആ യാചകന് നൽകി. അത് അയാളുടെ അവസാനത്തെ നാണയമാണെന്ന് കണ്ട യാചകൻ പറഞ്ഞു, താങ്കളുടെ പക്കൽ ഇനി ഒന്നും അവശേഷിക്കുന്നില്ലല്ലോ. ആ മനുഷ്യൻ പ്രതിവദിച്ചു, ശരിയാണ്, എന്നാൽ നിന്റെ ആവശ്യം എൻ്റേതിനേക്കാൾ വലുതാണ്. ഇനി മേറെ നേരം ഒന്നും കഴിക്കാതിരിക്കുവാൻ എനിക്ക് സാധിക്കും. നീ ഇതുകൊണ്ട് പോയി കുറച്ച് ഭക്ഷണം വാങ്ങിക്കൂ. ഫിഷ് പറഞ്ഞു, കാരുണ്യവാനായ സ്നേഹിത, നീയും എന്നോടൊപ്പം പങ്കുചേരുമെങ്കിൽ ഞാൻ ഭക്ഷണം വാങ്ങിക്കാം. ആ മനുഷ്യൻ മറുപടി പറഞ്ഞു, നിന്നോടൊപ്പം ഭക്ഷിക്കുക എന്നത് എൻ്റെ സന്തോഷമാണ്. എന്നിട്ട് അവരൊന്നിച്ച് ഭക്ഷണം വാങ്ങുവാനായി പോയി. പോകും വഴി അവൻ മറ്റൊരു യാചകനെ കണ്ടു. കീറിയ വസ്ത്രം ധരിച്ച അയാൾ കൊടുന്തണുപ്പിൽ വിറയ്ക്കുകയായിരുന്നു. സ്വന്തം മേലങ്കിലേക്ക് നോക്കിയിട്ട് അയാൾ വിചാരിച്ചു, എനിക്കിതിൻ്റെ ആവശ്യമില്ല, എന്തെന്നാൽ എനിക്ക് മറ്റൊന്നുണ്ട്. അയാൾ അത് ഊരി യാചകന് കൊടുത്തു. യാചകൻ കൃതജ്ഞതയോടെ അയാളെ നോക്കി പുഞ്ചിരിച്ചു. മേലങ്കി ഊരി കൊടുത്തതിനാൽ തണുത്ത് വിറയ്ക്കുന്ന ആ മനുഷ്യനെ കണ്ടപ്പോൾ യാചകൻ പറഞ്ഞു, ഞാനിത് എടുക്കുവാൻ പാടുള്ളതല്ല, എന്തെന്നാൽ താങ്കളെ ശൈത്യം ബുദ്ധിമുട്ടിക്കുകയാണ്. അയാൾ പുഞ്ചിരിയോടെ പറഞ്ഞു, അത് സാരമില്ല, എനിക്ക് വീട്ടിൽ മറ്റൊന്നുകൂടിയുണ്ട്. ഉണ്ടായിരിക്കാം, എന്നാൽ ഇപ്പോൾ നിനക്ക് തണുക്കുകയാണല്ലോ. മേലങ്കി പിടിച്ചുകൊണ്ട് ആ ഫിഷു പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ യാചകൻ പറഞ്ഞു, ഇദ്ദേഹം എനിക്ക് ഭക്ഷണം വാങ്ങുവാൻ പണം തന്നു. അത് വാങ്ങി ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുവാനായി ഞങ്ങൾ പോവുകയാണ്. വരൂ, ഞങ്ങളോടൊപ്പം ചേരൂ. നമ്മൾ ചേർന്ന് നടന്നാൽ അവന് തണുക്കുകയില്ല. അവർ കൈകൾ കോർത്ത് പിടിച്ച് ചേർന്ന് നടന്നു. ശൈത്യമേൽക്കാതിരിക്കാൻ അയാളെ നടുവിൽ നിർത്തിയാണ് അയാളുടെ പുതിയ കൂട്ടുകാർ നടന്നു നീങ്ങിയത്. പാദരക്ഷയില്ലാത്തതിനാൽ നടക്കുമ്പോൾ പാദങ്ങളിൽ നിന്ന് രക്തം ഇറ്റിറ്റ് വീഴുന്ന മറ്റൊരു യാചകനെ അവർ വഴിയിൽ കണ്ടു. ആ ഫിഷുവിൻ്റെ പാദങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, പാവം മനുഷ്യൻ, ഇയാളുടെ പാദങ്ങൾ വല്ലാതെ മുറിപ്പെട്ടിരിക്കുന്നു. അയാൾ തൻ്റെ പാദരക്ഷകൾ ഊരി ആ ഫിഷുവിനെ ഏൽപ്പിക്കുമ്പോൾ പറഞ്ഞു, ഇതാ നിന്റെ പാദങ്ങൾ സംരക്ഷിക്കേണ്ടതിന് ഇത് ധരിക്കൂ. പാദങ്ങൾ പൊട്ടിയൊലിക്കുന്ന ആ ഫിഷുവിന് ചെരുപ്പ് ലഭിച്ചതിൽ വലിയ സന്തോഷം തോന്നി. എന്നാൽ അയാൾ പറഞ്ഞു, അപ്പോൾ അങ്ങ് എന്ത് ധരിക്കും? അങ്ങയുടെ പാദങ്ങൾ കല്ലിൽ തട്ടി മുറുകയില്ലേ? ആ മനുഷ്യൻ പ്രതിവദിച്ചു, അത് സാരമില്ല, എനിക്ക് വീട്ടിൽ വേറെ ചെരുപ്പുണ്ട്. അവിടെ ചെന്നാൽ പിന്നെ കാൽ കഴുകി ഞാൻ അത് ധരിക്കും. അപ്പോൾ ആദ്യത്തെ യാചകൻ ഈ മനുഷ്യൻ അയാൾക്ക് പണം നൽകിയതിനെക്കുറിച്ചും ഭക്ഷണം പങ്കുവയ്ക്കുന്നതിനായി
മറ്റ് ഭിക്ഷക്കാരനെയും അവരോടൊപ്പം ക്ഷണിച്ചതിനെക്കുറിച്ചും ഒക്കെ വിശദീകരിച്ച് പറഞ്ഞു. പിന്നീട് കൈകൾ കോർത്തു പിടിച്ച് കൊണ്ട് ആ 4 സംഘം ഭക്ഷണം വാങ്ങുവാനായി പോയി. നടക്കുമ്പോൾ അയാളുടെ പാദങ്ങൾ തറയിൽ ഉരസി വേദനിക്കാതിരിക്കാൻ ആ സാധുക്കൾ അയാളെ മെല്ലെ ഉയർത്തിപ്പിടിച്ചു. അവർ നടക്കുമ്പോൾ ദേവാലയത്തിന്റെ മുൻഭാഗത്തായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സംഘത്തിലെ ആളുകൾ ആ വഴിയിലൂടെ നടന്നു വരുന്നത് കണ്ടു. ഭിക്ഷക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനായി ആ മനുഷ്യർ വഴി മുറിച്ചു കടന്നു. ദേവാലയത്തിൽ നിന്ന് വന്നവരിൽ ഒരുവൻ ഇപ്രകാരം പറഞ്ഞു: ഈയിടെയായി ഭിക്ഷക്കാരുടെ എണ്ണം കൂടിയിരിക്കുകയാണെന്ന്. ഇക്കൂട്ടരെ പട്ടണം നശിപ്പിക്കും. അപ്പോൾ മറ്റൊരാൾ പറഞ്ഞു: അതെ അതെ, ദേവാലയത്തിന്റെ കാവൽക്കാർ ഇവരെ ആ പരിസരത്ത് നിന്ന് തന്നെ അടിച്ചോടിക്കേണ്ടതാണ്. ദേവാലയത്തിന്റെ പിന്നിലിരുന്ന ആ മനുഷ്യൻ മുന്നോട്ട് കയറി നിന്നിട്ട് തൻ്റെ എതിർപ്പ് പ്രകടിപ്പിച്ചു. ഈ ഭിക്ഷക്കാർ യാതൊരു ദ്രോഹവും ചെയ്യുന്നില്ലല്ലോ, അവർക്ക് അല്പം സഹായം മാത്രം മതി. അയാൾ പറഞ്ഞു. അത് കേട്ട് അവർ പൊട്ടിച്ചിരിച്ചു. അവരിലേറെ പറഞ്ഞു: നോക്കൂ, ഒരു യാചകൻ മറ്റു യാചകനെ ന്യായീകരിക്കുകയാണ്. എന്നിട്ട് അവർ അവന് നേരെ കല്ലെറിയാൻ തുടങ്ങി. അസംബന്ധം പുലമ്പുന്ന വിലകെട്ടവനെ, മാറിപ്പോകൂ. കല്ലുകൾ തട്ടാതിരിക്കുവാൻ മുഖം പൊത്തിയെങ്കിലും ഒരു കല്ല് തലയിൽ കൊണ്ടിട്ട് അവൻ രക്തം വാർന്നു പൂഴിയിൽ വീണുപോയി. ആളുകൾ വീണ്ടും കല്ലെറിഞ്ഞുകൊണ്ടിരുന്നതിനാൽ ആ 3 ഭിക്ഷുക്കളും അവൻ്റെ സംരക്ഷണാർത്ഥം അവനെ പൊതിഞ്ഞു നിന്നു. ആളുകൾ വിളിച്ചു പറഞ്ഞു: കീടങ്ങളെ, നിങ്ങൾ ഭൂമിയിലെ മാലിന്യങ്ങളാണ്, ഞങ്ങളുടെ വീതിയിൽ നിന്ന് മാറിപ്പോകൂ. നിന്ദനങ്ങളും കല്ലേറും തുടർന്നു. 3 പേരും ചേർന്ന് അയാളെ താങ്ങിയെടുത്ത് അയാളുടെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. കട്ടിലിൽ കിടത്തി. ആ വീട്ടിൽ അയാൾ മാത്രമാണ് താമസിച്ചിരുന്നത്. അവർ അവൻ്റെ മുറിവുകൾ കഴുകിയപ്പോൾ അവൻ കണ്ണുകൾ ചിമ്മിത്തുറന്നിട്ട് പറഞ്ഞു: എൻ്റെ സ്നേഹിതരെ, ഞാൻ മരണത്തോടടുക്കുകയാണ്. ഇല്ല ഇല്ല, അവർ തടസ്സം പറഞ്ഞു. അങ്ങേക്ക് ഒരു കുഴപ്പവും വരികയില്ല. എൻ്റെ സ്നേഹിതരെ, എൻ്റെ ജീവൻ വഴുതി മാറുന്നതിന് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ നിങ്ങളെ അരികിൽ കണ്ടുകൊണ്ട് മരിക്കുവാൻ എനിക്ക് ഇഷ്ടമാണ്. നിങ്ങളൊരാളായി ഞാൻ കരുതപ്പെട്ടതിലും എനിക്ക് സന്തോഷമുണ്ട്. അവൻ പറഞ്ഞു. അങ്ങ് മരിക്കുകയില്ല. ആദ്യത്തെ ഭിക്ഷക്കാരൻ പറഞ്ഞു. നമ്മൾ ഒരുമിച്ച് ഒരു ഭക്ഷണം അങ്ങ് പറഞ്ഞിരുന്നതല്ലേ? ആ വാക്ക് പാലിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. എന്നാൽ നിങ്ങൾ എനിക്കൊരു വാക്ക് തരണം. ആവശ്യത്തോടെ അവൻ പറഞ്ഞു. അങ്ങ് എന്ത് ചോദിച്ചാലും ഞങ്ങൾ ചെയ്യും. അവർ 3 ചേർന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തെന്നാൽ ഞാൻ ദൈവത്തെ വ്രണപ്പെടുത്തിയിട്ടുണ്ട്. അവിടുത്തെ കൽപ്പനകളും ഞാൻ ലംഘിച്ചിട്ടുണ്ട്. പശ്ചാത്തപിച്ച് പരിഹാരം അനുഷ്ഠിക്കുവാൻ എനിക്ക് ഈ ജീവിതത്തിൽ സമയം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകൾ ചിമ്മിക്കൊണ്ട് അയാൾ പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്നാൽ അങ്ങ് ഞങ്ങളോട് കാരുണ്യവും സൗമനസ്യമുള്ളവനായിരുന്നു. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ സാധിച്ച ഒരു എളിയ കാര്യമാണിത്, ആ മനുഷ്യൻ പറഞ്ഞു. എന്നിട്ട് അയാൾ നിലവിളിച്ചു. ദൈവമേ, എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ, എന്തെന്നാൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഇങ്ങനെ പറയുമ്പോൾ അയാളുടെ ശിരസ് ഒരു വശത്തേക്ക് ചാഞ്ഞു. അയാൾ മരിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, പാവപ്പെട്ടവർക്ക് നൽകിയപ്പോൾ ആ മനുഷ്യൻ ദൈവത്തിലാണ് നൽകിയത്. എന്തെന്നാൽ ആവശ്യക്കാർക്ക് നിങ്ങൾ കൊടുക്കുമ്പോൾ അത് ദൈവത്തിലുള്ള ഒരു സ്നേഹ സമ്മാനമാണ്. സ്നേഹവും സൗഹൃദവും അവൻ പാവങ്ങളുമായി പങ്കുവച്ചപ്പോൾ അത് ദൈവവുമായി പങ്കുവെക്കുകയായിരുന്നു. എന്തെന്നാൽ അവൻ്റെ സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. ആ മനുഷ്യൻ പാവങ്ങൾക്ക് വേണ്ടി ന്യായം വാദിക്കുകയും അവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുകയും ചെയ്തപ്പോൾ അവൻ ദൈവത്തിനാണ് ജീവനേകിയത്. എന്തെന്നാൽ നിങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു ബലി അർപ്പിക്കുമ്പോൾ അത് സ്നേഹപൂർവ്വം ദൈവത്തിന് വേണ്ടി അർപ്പിക്കുന്ന ഒരു ബലിയായിത്തീരുന്നു. ഈ മനുഷ്യൻ തൻ്റെ ബലഹീനതകൾ തിരിച്ചറിഞ്ഞു, മേന്മകൾ അറിഞ്ഞതുമില്ല. സ്വന്തം തെറ്റുകൾക്ക് അയാൾ മാപ്പപേക്ഷിച്ചു. എന്നാൽ അയാളുടെ നന്മകൾക്ക് യാതൊരു പ്രതിഫലവും ആവശ്യപ്പെട്ടില്ല. മേൽത്തരം വസ്ത്രങ്ങൾ അണിഞ്ഞ് ദൈവാലയത്തിന് മുൻഭാഗത്തിരുന്നുകൊണ്ട് മറ്റുള്ളവരെ കാണിക്കുവാനായി പ്രാർത്ഥിക്കുകയും എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ മറ്റുള്ളവരെ വിധിക്കേണ്ടതിന് തങ്ങളാണെന്ന ഭാവത്തിൽ കഴിയുകയും ചെയ്യുന്നവരെ വിചാരം സ്വർഗത്തിൽ തങ്ങൾക്ക് ഉറപ്പായും ഒരു സ്ഥലം ഉണ്ടാകുമെന്നാണ്. അവരിൽ നിന്നും വ്യത്യസ്തനായ ഈ മനുഷ്യൻ സ്വർഗത്തിൽ സ്വാഗതം ചെയ്യപ്പെടും. മറ്റുള്ളവരെ പുച്ഛിക്കുകയും ബലഹീനരെ, പാവപ്പെട്ടവരെയും ഹതഭാഗ്യരെയും തിരസ്കരിക്കുകയും ചെയ്യുന്നവരുടെ മുമ്പിൽ സ്വർഗവാതിലുകൾ തുറക്കുകയില്ല. ദൈവത്തെ സ്നേഹിക്കുന്ന എളിമയുള്ള ആത്മാവിൻ്റെ പ്രതിഫലനമാണ് സ്വർഗം. നരകമോ സ്വാർത്ഥ സ്നേഹവും അഹന്തയുമുള്ള ആത്മാവിൻ്റെ പ്രതിഫലവും. ദൈവത്തെ സേവിക്കേണ്ടതിന് എപ്പോഴും എളിമയോടെ പ്രവർത്തിക്കുകയും സ്വാർത്ഥത വെടിഞ്ഞ് മറ്റുള്ളവരെ സഹായിക്കുവാൻ സന്നദ്ധരാകുകയും ചെയ്യണം. ഞാൻ അപ്പോൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ശിഷ്യന്മാർ എന്നെ നോക്കി. അപ്പോൾ യൂദാസ് പറഞ്ഞു, നമ്മുടെ ചെരുപ്പൂരി കൊടുക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. അതൊരു മണ്ടൻ പണി തന്നെ. ചെരുപ്പൂരി കൊടുക്കുന്നതാണ് ആത്മാവ് നഷ്ടപ്പെടുന്നതിനേക്കാൾ ഭേദം, ഞാൻ പ്രതിവചിച്ചു. എല്ലാവരും മൗനമായി എൻ്റെ വചനങ്ങളെക്കുറിച്ച് വീണ്ടും ധ്യാനിച്ചു. പാവപ്പെട്ടവന് നൽകുക എന്നത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു കൃപയാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കൊടുക്കുവാനാവുക എന്നത് ദൈവത്തിൻ്റെ ഒരു സ്നേഹ സമ്മാനമാണ്, ഞാൻ പറഞ്ഞു. എന്നിട്ട് ഉറങ്ങുവാനായി കിടന്നു. കൂട്ടുകാരെ, നമ്മുടെ വായന ഇന്നിവിടെ അവസാനിക്കുകയാണ്. വളരെ ശ്രദ്ധയോടെ ഇത് ശ്രവിക്കുക. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം.